ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണിംഗ്. ഈ മാത്സ് പഠിക്കുമ്പോഴേ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഫോർമുലാസ് ഒരുപാടുണ്ട്, ഇതൊന്നും ഓർത്തു വെക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. മാത്സില് ഫോർമുല അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാനും പറ്റില്ല അല്ലെ. പക്ഷെ മക്കളെ, ഈ ഫോർമുല എപ്പോഴും ഇങ്ങനെ ബൈഹാർട്ട് ചെയ്ത് കാണാതെ പഠിച്ച് എഴുതേണ്ട ഒരു കാര്യമല്ല. എങ്ങനെയാണ് ആ ഫോർമുല വന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഒരിക്കലും മറക്കില്ല. നമ്മൾ ഇത് വെറുതെ ബൈഹാർട്ട് ചെയ്യുമ്പോഴാണ് അതിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ വിട്ടുപോകുമ്പോൾ നമുക്കത് കണക്ട് ചെയ്ത് എഴുതാൻ പറ്റാതിരിക്കുന്നത്. ഓക്കെ, ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ a+b² എന്ന് പറയുന്നത് a² + 2ab + b². ഇതിങ്ങനെ a+b² = a² + 2ab + b². അതുപോലെ a-b² ഉണ്ട്. അപ്പൊ ഇത് അതുപോലെ a+b³ ഉണ്ട്. ഇതൊക്കെ ഇരുന്ന് ഇങ്ങനെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം വിട്ടു പോകുമ്പോൾ എങ്ങനെ വന്നു എന്നറിയില്ല. അതേസമയം ഈ a+b² എങ്ങനെ ഈ ഒരു ഫോർമുല വന്നു അല്ലെങ്കിൽ ഇക്വേഷൻ വന്നു എന്നുള്ളത് മനസ്സിലാക്കി പഠിച്ചാൽ, ഓക്കെ, ഇത് നിങ്ങൾക്ക് ആ ഫിഗറൊക്കെ വരച്ച് പിക്ചറൊക്കെ വരച്ച് കൃത്യമായിട്ട് നിങ്ങളുടെ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അത് മനസ്സിലാക്കി പഠിച്ചാൽ ഇത് ഒരിക്കലും മറക്കില്ല. ഇനി അങ്ങനെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യണം. നമ്മൾ സ്വന്തമായിട്ട് ഒരു ഫോർമുല ബുക്കോ ഒരു ഫോർമുല ചാർട്ടോ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഓരോ ചാപ്റ്ററും കഴിയുമ്പോൾ ആ ചാപ്റ്ററിൽ പഠിപ്പിച്ച ഫോർമുലാസ് ഒക്കെ അതിനകത്ത് എഴുതി വെക്കുക. എന്നിട്ട് ഒരു ചാർട്ട് പോലെ വെച്ചിട്ട് നമ്മൾ പഠിക്കുന്ന നമ്മുടെ സ്റ്റഡി റൂമിന്റെ ഫ്രണ്ടിൽ അത് വെക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഒരു ബുക്ക് ഫോർമുലാസ് മാത്രം എഴുതാനായിട്ട് ചെറിയൊരു നോട്ട്ബുക്ക് വെക്കുക. ഇതിന്റെ ഒരു കൂടെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എക്സാമിന് പോകുന്നതിന്റെ ജസ്റ്റ് തലേ ദിവസം നമുക്ക് പെട്ടെന്ന് ഒന്ന് റിവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഓടിപ്പോയിട്ട് നോക്കാൻ പറ്റും. അപ്പൊ ഓരോ ചാപ്റ്റർ മറിച്ച് നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ ഇനി ഫോർമുലാസ് പഠിക്കാൻ പറ്റില്ല, ഫോർമുലാസ് ഓർത്തു വെക്കാൻ പറ്റുന്നില്ല എന്നൊന്നും പറഞ്ഞ് ആരും ഇനി ടെൻഷൻ അടിക്കരുത്. മാത്സ് വളരെ ഇൻട്രസ്റ്റോട് കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാത്സിനെ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.